എങ്ങനെയുണ്ട് അളിയാ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്? സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ദാമ്പത്തിക ജീവിതത്തെ പറ്റി ചിന്തിക്കണ്ടെന്ന് അവള് പറഞ്ഞു. എടാ ഞാനൊരു കല്യാണം കഴിക്കുന്നതിനെ പറ്റി ഇപ്പം നിന്റെ അഭിപ്രായം? ആ പട്ടിയുടെയിൽ മുഴുവൻ തേങ്ങ അവസ്ഥ എന്തെങ്കിലും എന്നോടൊന്ന് ആലോചിച്ചിട്ട് പറയാം. അതെന്താടാ അങ്ങനൊരു ടോക്ക്? ടോക്ക് മാത്രമേ ഉള്ളൂ, അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവനെന്താ ഇതാണെങ്കിൽ 24 മണിക്കൂർ പെണ്ണ് പെണ്ണ് പെണ്ണെന്നുള്ള ഒരു വിചാരം കൊണ്ട് മാത്രം അത് നടക്കണോ നോക്കി. ഈ പറഞ്ഞ നീയും അങ്ങനെയല്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് പിന്നെ സഹിക്കാം. വേറെ ഒരുത്തരുണ്ടല്ലോ ആറ്റിറ്റ്യൂഡ് കൊണ്ടാ. എടാ അവനൊന്ന് ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, ഒന്ന് തിരിച്ചു വിളിക്കും കൂടെ ചെയ്യില്ല. അവനെയൊക്കെ എന്താ ചെയ്യണ്ടേ? അയ്യോ ഈ അത്യാവശ്യം നമുക്കറിയാം. ഈ നമുക്ക് അവിടെ പോയിട്ടില്ല. എടാ നീ എന്തിനാ എപ്പോഴും ഈ ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിക്കണേ? എടാ അത് ക്യാരക്ടർ എന്റെ, ഞാൻ ഇങ്ങനെയാ. ഇന്നലെ ശ്രീലക്ഷ്മി ഹോട്ടലിൽ പോയപ്പോ പൊറോട്ടയ്ക്ക് ഗ്രേവി വരാത്തതിന് ആ പൊറോട്ട മൊത്തം പച്ചക്ക് കഴിച്ച് നീ എന്തിനാണ് ആറ്റിറ്റ്യൂഡ് കാണിച്ചേ? ശ്രീലക്ഷ്മി ഇതെന്ത് പേര്? പൊന്നു പറ. എന്താ പൈസ നോക്കിയടാ, ഞാൻ കണ്ടതാ. എടാ നീ നിന്റെ അച്ഛനോട് ഇങ്ങനെ തന്നെയാ? എടാ ഇവൻ എന്താണ് എപ്പോഴും ഇങ്ങനെ തിന്നാൻ ആറ്റിറ്റ്യൂഡ്, ഓണ ആറ്റിറ്റ്യൂഡ്, എന്തിന് ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഉടുക്കണ ആറ്റിറ്റ്യൂഡ്. എനിക്ക് അവനെ ഇടിക്കണം. എന്റെ ഫോണിൽ ചാർജ് ഒന്നും ഒരു ഫോൺ തളിയാ, ഫോൺ വിളിക്കാൻ അർജന്റ് ഫോൺ കൊല്ലും. അയ്യോ